نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ലോകത്തിലെ പ്രബലമായ ഒരു മതവിഭാഗമാണ് ക്രൈസ്തവ സമൂഹം. അവരുടെ വിശ്വാസ സങ്കല്പത്തിൻ്റെ അടിത്തറയിൽ ഊന്നിയ വിശ്വാസപരമായ ഒരു ആഘോഷമാണ് ഡിസംബർ 25 ആഘോഷിക്കപ്പെടുന്ന ക്രിസ്തുമസ്. യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ഗണിക്കുകയും അങ്ങനെ ഒരു ദൈവപുത്രൻ ജനിച്ചതിൻ്റെ, പിറന്നു വീണതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ലോകമാസകലമുള്ള ക്രൈസ്തവ സമൂഹം ഡിസംബർ 25 ക്രിസ്തുമസ് എന്ന പേരിലുള്ള ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു മതസമൂഹം അവരുടെ വിശ്വാസ സങ്കല്പത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ആഘോഷ ആചാര പരിപാടികൾ നിർവഹിക്കുമ്പോൾ അവർക്കതിനുള്ള ജനാധിപത്യപരമായ അനുവാദങ്ങളും അവകാശങ്ങളും വകവെച്ച് കൊടുക്കുമ്പോൾ തന്നെ മുസ്ലിം സമൂഹം ഗൗരവമായി പരിഗണിക്കേണ്ട ചില ആലോചനകൾക്ക് കൂടി സമയമാണ് ഇത്തരം ഘട്ടങ്ങൾ എന്നത് പറയാതെ വയ്യ. അവരുടെ ആഘോഷങ്ങളെ നെഞ്ചിലേറ്റി മുസ്ലിം സമൂഹത്തിൻ്റെ വീടുകളിൽ ക്രിസ്തുമസിൻ്റെ നക്ഷത്രങ്ങൾ തൂക്കുകയും പുൽക്കൂടൊരുക്കുകയും വീടിൻ്റെ അകത്തളങ്ങളിലും പുറത്തുമെല്ലാം ഒരു ആഘോഷമയമാക്കുന്ന അത്തരം ആചാരങ്ങളെ പുൽകുന്നതിന് വെമ്പൽ കാണിക്കുന്ന, വ്യഗ്രത കാണിക്കുന്ന മോഡേൺ മുസ്ലിംസ്, പരിഷ്കാരികളായ മുസ്ലിമീങ്ങൾ വ്യാപകമായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെ സംബന്ധിച്ചുള്ള ഗൗരവതരമായ ആലോചനകളുടെ കൂടി വേളയാണ് ഇത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഒരു മതസമൂഹത്തിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ഇതര മതസമൂഹത്തിൻ്റെ വിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ച് പൊതുവായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അത് ബാത്തിൽ, നിരർത്ഥകമാണ് എന്നാണ്. ഇസ്ലാമല്ലാത്ത ഏത് വിശ്വാസ ദർശനങ്ങളും അത് ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്നാണ്. ആ ബാത്തിലായ മതത്തിൽ പല അളവിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ നിലനിർത്തുന്ന ദൈവത്തിനൊരു സന്താനമുണ്ടായി എന്ന ആ ഒരു ചിന്താഗതിയെ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം പരാമർശിച്ചിട്ടുള്ളത്. അതൊരു നിസാരമായ വിഷയമായി
അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, ആദർശമല്ലേ. ലക്കും ദീനുക്കും വലിയ ദീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന ആ വകവെച്ച് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോഴും അവരുടെ ആദർശാധിഷ്ഠിതമായ ആഘോഷങ്ങളെ വ്യഗ്രതയോട് കൂടി പുൽകുന്ന, സ്വന്തം വീട്ടിൽ പുൽക്കൂടും നക്ഷത്രങ്ങളും തൂക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ നിലപാടുകൾ അതിന് സാംസ്കാരികമായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തെ നിസാരവൽക്കരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, കദ്ദബനി ഇബ്നു ആദം, ആദമിന്റെ മകൻ എന്നെ കളവാക്കിയിരിക്കുന്നു. വലം യകുൻ ലഹു ദാലിക്, ആദം സന്തതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വശതമനി, അവൻ എന്നെ അധിക്ഷേപിക്കുന്നു. വലം യകുൻ ലഹു ദാലിക്, അവനിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്താണ് അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, വഅമ്മാ ശത്മുഹു ഇയ്യായ ഫഖൗലുഹു ലീ വലദുൻ, എനിക്കൊരു മകനുണ്ട്, ഞാനൊരു മകനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന അവന്റെ ആ വാചകം എന്നെ കുറിച്ചുള്ള അധിക്ഷേപം നിറഞ്ഞ ഒരു വാചകമാണ്. ഫസുബ്ഹാനി അൻ അത്തഖിദ സാഹിബതൻ ഔ വലദ, ഒരു ഇണയെ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ മഹാപരിശുദ്ധനാണ് എന്ന് അല്ലാഹു തആല ഗൗരവമായി ഉണർത്തിയ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്ന വാചകമാണ് അള്ളാഹുവിനൊരു സന്താനമുണ്ടായി എന്ന ഒരു വാചകം. ആ വാചകമാണ് ക്രിസ്തുമസ് എന്ന ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആണിക്കല്ല്. ആ ഒരു ആഘോഷത്തെ അവരാഘോഷിക്കട്ടെ, നമ്മൾ അതിനെ നമ്മുടേതാക്കി അതിൽ നമ്മൾ കൂടി ഭാഗവാക്കാകുന്ന ആ സമീപനം യഥാർത്ഥത്തിൽ എത്രമേൽ ഗൗരവപ്പെട്ടതാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ ഇതിനെ സൂചിപ്പിച്ചത് ഇത് കേവലം ഒരു ആക്ഷേപം മാത്രമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായ ഒരു ആക്ഷേപം കേട്ട സമീപനം മാത്രമല്ല, മറിച്ച് ഇതിന്റെ ഗൗരവം സൂറത്തു മറിയമിന്റെ 88 മുതൽ 92 വരെയുള്ള സൂക്തങ്ങളിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അവര് പറയുന്നത് പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നാണ്. ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദാ, ഈ വാചകം പറയുന്ന നിങ്ങൾ ഗുരുതരമായ ഗൗരവപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറയുന്നത്. തകാദുസ് സമാവാതു യതഫത്തർന യതഫത്തർന മിൻഹു വതൻഷഖുൽ അർള് വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശം പൊട്ടിപ്പിളരുന്ന, ഭൂമി വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ തകർന്നു പോകുന്ന ഒരു വാചകമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ വാചകം? അൻദഉ ലിർറഹ്മാനി വലദ, ദൈവത്തിനൊരു സന്താനമുണ്ടായി, ദൈവം ഒരു പുത്രനെ സ്വീകരിച്ചു എന്ന ആ വാചകം അത്രമേൽ ഗൗരവപ്പെട്ടതാണ്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, ഒരു മകനെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന് ഒരിക്കലും യോജിച്ചതല്ല എന്ന് വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലൂടെ വിശദീകരിക്കുകയാണ്. ആ വാചകം പറഞ്ഞവരോട് ആ വാചകത്തിന്റെ ഗൗരവം, ആകാശഭൂമികളും പർവ്വതങ്ങളും തകർന്നു പോകുമാറുള്ള ആ ഗുരുതരമായ ആ വാചകം അള്ളാഹുവിനെ കുറിച്ചുള്ള അധിക്ഷേപം മാത്രമല്ല, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന, ക്രോധത്തിന് കാരണമാകുന്ന ഒരു നിലപാടാണ് എന്ന് അള്ളാഹു തആല വിശദീകരിക്കുമ്പോൾ, ഈ ഒരു ആഘോഷത്തെ നമ്മുടെ ആഘോഷമാക്കി നമ്മുടെ വീട്ടുകളിൽ, നമ്മുടെ ഉമ്മറപ്പടികളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിൽ ഇത് നമ്മുടെ കൂടി ഒരു ആഘോഷമാക്കുന്ന ഒരു പ്രവണതയെ എങ്ങനെ നമ്മൾ സമീപിക്കണമെന്ന് നമ്മൾ കൃത്യമായി ഒന്ന് ചിന്തിക്കുക. അള്ളാഹു കോപിക്കുന്ന ഒരു വിഭാഗം, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഒരു സമീപനം, ആ വിഷയത്തോടുള്ള നമ്മുടെ നിലപാട്, ഓരോ ദിവസവും 5 വക്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നു.
ആ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു ഭാഗം യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ. ഏതാണ് ആ നേരായ മാർഗം? ഗൈരിൽ മഗ്ളൂബി അലൈഹിം, അല്ലാഹുവേ നിന്റെ കോപം ആരുടെ മേൽ നീ ചൊരിഞ്ഞുവോ അവരുടെ മാർഗമല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തരുത് എന്ന് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുക. എന്നിട്ട് പള്ളിയിൽ നിന്നിറങ്ങിയാൽ, നമസ്കാര സ്ഥലത്ത് നിന്നിറങ്ങിയാൽ, അള്ളാഹ് കോപിക്കുന്നതിന് കാരണമായ ദൈവത്തിനൊരു സന്താനമുണ്ടായി എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അധിക്ഷേപത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷം, ആ ആഘോഷത്തെ നമ്മൾ നമ്മുടെ ആഘോഷമായി സ്വീകരിക്കുക എന്നത് വലിയ ഗൗരവപ്പെട്ട ഗുരുതരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഒരു മതവിഭാഗം അവരുടെ വിശ്വാസവുമായി കടന്നു പോകുമ്പോൾ അവർക്കതിനുള്ള മാനവികമായ, മാനുഷികമായ, ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും നിലനിൽക്കുമ്പോഴും മുസ്ലിം സ്വീകരിക്കേണ്ട ഒരു നിലപാട് ദഅവാ പ്രവർത്തനമാണ്. നമ്മൾ മനസ്സിലാക്കിയ ഈ ഹഖ്, നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഈ പരിശുദ്ധമായ ആദർശം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽപ്പെട്ടവരാണ് ക്രൈസ്തവ സമൂഹം. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ 5-ാം സൂക്തത്തിൽ പറയുന്നു, വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. എന്തിനാണ് ഈ ഖുർആൻ? ഇതിങ്ങനെ ഓതിപ്പോകാനല്ല, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞു പോകാനല്ല, ആരെങ്കിലും ഖുർആനിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ വൈകാരികമായി പ്രതികരിക്കാനല്ല. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് നിങ്ങൾ ആശയ സമരം നടത്തണം, പ്രബോധനം നടത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ വിശുദ്ധ ഖുർആൻ എന്തിനിറങ്ങി? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹു ഒരു മകനെ സ്വീകരിച്ചു, ദൈവത്തിനൊരു സന്താനമുണ്ടായി, യേശു ക്രിസ്തു ദൈവത്തിന്റെ മകനാണ് എന്ന് പറയുന്നവരെ, അവർ പറയുന്ന വാചകം ഗുരുതരമാണ് എന്ന് അവരെ താക്കീത് ചെയ്യുന്നതിനാണ് ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് അവർ ആ വാചകം പറയുന്നത്? മലഹും ബിഹി മിൻ ഇൽമിൻ വലലി ആബാഇഹിം, പറയുന്ന അവർക്കോ, ആഘോഷിക്കുന്ന അവർക്കോ, അവരുടെ പൂർവികർക്കോ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കബറത് കലിമതൻ തഖ്റുജ് മിൻ അഫ്വാഹിഹിം, അല്ലാഹുവിനൊരു മകനുണ്ടായി എന്ന ആ വാചകം ഗൗരവപ്പെട്ട ഒരു വാചകമാണ്. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവർ പച്ച നുണയാണ് പറയുന്നത്. ദൈവത്തിനൊരു മകനുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ലക്കും ദീനുക്കും വലിയ ദീൻ, നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു പോവുകയല്ല. ആ സ്റ്റേറ്റ്മെന്റുകളെ അല്ലാഹു കദിബ്, പച്ചയായ നുണയാണെന്ന് പറയുന്നു. ആ വാചകങ്ങളെ ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുന്നതിനുള്ള അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെടാവുന്ന ഒരു കാരണമായി പരിചയപ്പെടുത്തുന്നു. ആ പ്രയോഗത്തെ അല്ലാഹുവിനെ കുറിച്ചുള്ള അധിക്ഷേപമായി അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ നാട്ടിലുള്ള ഇതര മതസ്ഥരായ ആളുകൾക്ക് നമ്മുടെ ദീനിനെ പരിചയപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ്. ആ പണി ചെയ്യാതെ അവരാഘോഷത്തെ അവരെക്കാൾ താല്പര്യം കാണിച്ച് ആ ആഘോഷങ്ങൾക്ക് പൊലിവ് കൂട്ടുന്ന ആ പ്രവർത്തനങ്ങൾ, അത് ക്ലബിന്റെ പേരിലാണെങ്കിലും അത് മറ്റെന്തെങ്കിലും കൂട്ടായ്മകളുടെ പേരിലാണെങ്കിലും, ആ പണി ചെയ്യേണ്ടവനല്ല മുസ്ലിം എന്ന് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും എന്ന് നാം മനസ്സിലാക്കുക. പക്ഷെ ഈ ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ആദർശവും തങ്ങളുടെ ആചാരവും പരിശുദ്ധമായി, പവിത്രമായി, പരിപാവനമായി, വ്യതിരക്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ക്രമമായി ജീവിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്ത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളെ കടമെടുക്കും, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളെ കടമെടുക്കും, ഇതര മതസ്ഥരുടെ അവരുടെ ആഘോഷ ആചാര അനുഷ്ഠാനങ്ങളെ കടമെടുക്കുമെന്ന്, അതിനവർ വ്യഗ്രത കാണിക്കുമെന്ന് നബിയുനാ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് മകനുണ്ടായി എന്ന ഒരു അടിസ്ഥാന വാദം അവർ പറയുമ്പോഴും ക്രിസ്തുമസ് എന്ന വാചകം ബൈബിളിന്റെ പ്രതികളിലില്ല. ഡിസംബർ 25-നാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്ന ആ ഒരു ആശയവും ബൈബിളിലില്ല. അത് പിന്നീട് യേശു ക്രിസ്തുവിന്റെ കാലശേഷം 2-3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായി ഉടലെടുത്ത അവരുടെ കൂട്ടത്തിലെ ബിദ്അത്താണ്. ഏതുപോലെ ഹിജ്റ 300-ന് ശേഷം മൗലിദ് എന്ന നബിദിന ആഘോഷം എന്നത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നതുപോലെ അവരുടെ കൂട്ടത്തിൽ കടന്നു വന്ന ഒരു ബിദ്അത്താണ് ഇത്തരം ആഘോഷമെന്ന് നമുക്ക് കാണാം. ഏതായാലും അവരെ ബൈബിളിൽ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെയ്തു നോക്കുക, ഇതൊക്കെയല്ലേ ട്രെൻഡ് എന്ന് പറയുന്ന സമീപനത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാ. മറ്റുള്ള ഇതര സമൂഹത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്ന അനുധാവനം ചെയ്യുന്ന ഒരു സമീപനം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. എത്രത്തോളം അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അവരത് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് പറയുന്ന ബുദ്ധിശൂന്യമായ നിലപാടുകൾ ഈ ഉമ്മത്തിൽ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധിക്ഷേപ ശൈലിയിൽ വിമർശന സ്വരത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന അനുവർത്തിക്കുന്ന ഒരു സമീപനം വളരെ കൃത്യമായ അള്ളാഹുവിൻ്റെ വെറുപ്പിന് കാരണമാകുന്ന ഒരു സമീപനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പക്ഷെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ പറയും, ഇതൊക്കെ പച്ച വർഗീയതയല്ലേ, ഇത് വർഗീയതയല്ലെങ്കിൽ പിന്നെ എന്താ വർഗീയത എന്ന് ആളുകൾ ചോദിക്കും. പക്ഷെ നമ്മൾ ഈ വിഷയം, നമ്മൾ ഈ ദീനിനെ ഒരു നേരം പോക്കായി നിസാരായി കാണുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കി, അവനവൻ്റെ ദീനിനോട് സ്റ്റിക്ക് ചെയ്ത് മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് അതിന് വർഗീയതയാണെന്ന് ഒരാളും പറയില്ല. അപ്പം നമ്മളെ വീട്ടിൽ നമ്മളൊരു ഫങ്ഷൻ, ഒരു ട്രീറ്റ് നടത്താണ്, വീട്ടിൽ വെച്ച് ഒരു സൽക്കാരം നടത്താണ്. അപ്പം നമ്മളെ കൂടെയുള്ള കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ, സഹപാഠികൾ അവർ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിൽ തയ്യാറാക്കിയതൊക്കെ നോൺ വെജാണ്. നമ്മളെ വീട്ടിൽ വന്ന കൂട്ടത്തിലുള്ള ഒരു അതിഥി ശുദ്ധ വെജിറ്റേറിയനാണ്. അയാൾ ഒരിക്കലും പിന്നെ ഈ ഇറച്ചി മാംസം കഴിക്കില്ല. അയാൾക്ക് അത് അവരുടെ മതപരമായ ചിട്ടയുടെ ഭാഗമാണ്. അപ്പം അയാളിങ്ങനെ വന്ന് ഒരു ഗ്ലാസ്സിലുള്ള ജ്യൂസ് എന്തോ കുടിച്ച് ഇങ്ങനെ ഒരു മൂലക്കിൽ ഇരിക്കാണ്, സാലഡ് എന്തോ കഴിക്കുന്നുണ്ട്. അപ്പം അയാളോട് നമ്മൾ പറയാണ്, നിങ്ങൾ എന്താണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്, നിങ്ങളൊക്കെ കണ്ടല്ലേ ഞാൻ അതുണ്ടാക്കിയത്, നിങ്ങൾ ഇവിടെ വന്ന് ഇത് കഴിക്കാതെ പോണത് ഇന്നങ്ങൾ ഇൻസൾട്ട് ചെയ്യലാണ് എന്ന് തലക്ക് വെളിവുള്ള ഒരാൾ പറയോ? ഇല്ല. അത് അയാൾക്ക് പ്രശ്നമുള്ളതാണ്. സത്യത്തിൽ അയാളെ വിളിക്കുമ്പോൾ അയാൾക്ക് പറ്റിയ ഒരു വെജിറ്റേറിയൻ സെക്ഷൻ ഞാൻ കരുതേണ്ടിയിരുന്നു എന്നേ നമ്മൾ വിചാരിക്കുള്ളൂ. അതായത് അയാളുടെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് പ്രശ്നമായിട്ട് ആരും കാണൂല. ഇപ്പം ഏറ്റവും അടുത്തുള്ളത് ഇപ്പം ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ അവരെന്താ ചെയ്യുക? അവർ കൂട്ടത്തിലുള്ള വീട്ടിലുള്ള ഒരാൾ പോവുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പോലും പിന്നെ ചില ചിട്ടകളുണ്ട്. വീട്ടുകാർ പിന്നെ എന്താ ചെയ്യൂല? പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കൂല, മുസ്ലിങ്ങളൊന്നും കഴിക്കൂല. അതെന്താ കഴിക്കാത്തത്? അത് ഇങ്ങനെ ആ ശബരിമലയിൽ പോയി വരുന്ന ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു മതപരമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ സമയത്ത് നമ്മൾ അവർക്കൊരു ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരു വിഭവം കൊടുത്ത പോലെ പറയും, ഞങ്ങളിപ്പോൾ കഴിക്കൂല, ഇപ്പം പ്രയാസം അറിഞ്ഞാൽ നമ്മൾ അതിന് പൊട്ടിത്തെറിക്കോ? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? 21-ാം നൂറ്റാണ്ടായി. ഇവിടെ എന്തൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടാവണേ? നിങ്ങൾ എന്ത് മതമാണ് ഈ പറയണത്? ഇത് വർഗീയതയാണെന്ന് ആരെങ്കിലും പറയോ? ഒരാളും പറയില്ല. ഇനി ക്രൈസ്തവ സമൂഹം അല്ലാത്ത ആളുകൾ നമ്മളായിട്ട് ഇടപെടുമ്പോൾ അവരെ വീട്ടിൽ മദ്യം വിളമ്പുമ്പോൾ അവർ നമുക്ക് മദ്യം തരുമോ? ഇല്ല. കാരണം അവർക്കറിയാം നമുക്ക് മദ്യം പറ്റൂല എന്ന്. അവരെ വീട്ടിൽ അവർ പന്നിമാംസം പാചകം ചെയ്ത് നന്നായി വരട്ടി ഒരു സദ്യ ഒരു ഭക്ഷണമാക്കി തയ്യാറാക്കിയാൽ ഇത് നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞ് അവർ നമ്മളെ നിർബന്ധിപ്പിക്കില്ല. കാരണം നമുക്കിത് പറ്റൂല എന്ന് അവർക്കറിയാം.
അങ്ങനെ അറിയുന്ന ആളുകൾ അതിനെ ഉൾക്കൊള്ളുന്നവരാണ്. ആ ആളുകളോട് നമ്മൾ പറയണം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ അതിൻ്റെ ഭാഗമായ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണം അത് സ്വീകരിക്കാൻ ഞങ്ങളുടെ മൂല്യങ്ങളായിട്ട് ചേരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ കൂടുതലൊന്നും വേണ്ട. ഒരു യുവാവ് ഓന് ഏതോ ഒരു പെണ്ണായിട്ട് അവിഹിതത്തിന് അവസരം കിട്ടി, അതിൻ്റെ സന്തോഷത്തിൽ ഓൻ വൈകുന്നേരം ചെലവ് തരാണ്. അത് മാന്യതല്ല. ഒരാൾ ആ ചെലവ് സ്വീകരിക്കുമോ? ഇല്ല. എന്താ കാരണം? ഓൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താ? ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ്. നമ്മളൊരു സുഹൃത്തിന് ലോട്ടറി അടിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ഓൻ ചെലവ് വരെ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല. എന്തേ കാരണം? ലോട്ടറി നമുക്ക് പാടില്ലാത്തതാ. അപ്പം ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഓൻ്റെ സന്തോഷം അതിനോട് ചേരാന്നത് നമ്മളെ സമീപനമല്ല എന്ന് നമ്മൾ പറയും. അത് നിങ്ങൾ കൂടിക്കോളി, ഞാനില്ല എന്ന് പറഞ്ഞ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കും. എന്തുകൊണ്ട്? മൂല്യങ്ങൾ എന്ന് പറയാനുള്ളത് അങ്ങനെ മിമ്പർമെന്ന് പറഞ്ഞു പോകാനോ കേട്ടു പോകാനോ ഉള്ള സാധനമല്ല. അത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും മിനിമം ഈ വിഷയത്തിലുള്ള, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പോക്കറ്റുകളാണ് നമ്മുടെ ഇത്തരം പ്രദേശങ്ങളൊക്കെ. ഒരുപാട് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകളെങ്കിലും ഈ ക്രിസ്മസിൻ്റെ നക്ഷത്രം അവനാൻ്റെ വീട്ടിൽ തൂക്കണം, പുൽക്കൂട് ഉണ്ടാക്കണം, ഇതിൻ്റെ സ്റ്റാറ്റസ് ഇടണം. ആ ദിവസം ഒരു പ്രത്യേകമായി അതിനോട് ചേരുന്ന തരം ചില വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആ ഒരു രീതി യാതൊരു കാരണവശാലും ഇതൊന്നും നമ്മളെ കൾച്ചറിന്, നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് യോജിച്ചതല്ല. കാരണം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി, എൻ്റെ ജീവിതം, എൻ്റെ മരണം അള്ളാഹിൻ്റെ പൊരുത്തത്തിനുള്ളതാണ്. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യരുത് എന്ന ആ ഒരു ധാരണ അത് തീർച്ചയായും നമുക്കുണ്ടാവണം. ഇത് നിലവിലില്ലാത്ത ആളുകൾ ഈ രംഗത്ത് പിന്നെ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ അയഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത്തരം വിഷയം നിസാരവൽക്കരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ആ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലും പഠിപ്പിച്ച വിഷയങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. സാധാരണ നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഈ ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷു ആയാലും ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ വന്ന് കുറേ വർഗീയത വിളമ്പാണ്, ഇവർ ഈ നാടിനെ എന്താക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന, യാതൊരു വെളിവില്ലാത്ത യുക്തിയില്ലാത്ത ഒരു ആശയപരമായ ഒരു അസ്തിത്വമില്ലാത്ത പല ആളുകളും പലതും പറയും. അവരുടെ സംസാരത്തിനും വിമർശനത്തിനും പരിഹാസത്തിനും അനുസരിച്ച് നമ്മുടെ മതപരമായ നിലപാടുകൾ എങ്ങനെ ഷെയ്പ്പ് ചെയ്തു പോവുക എന്നത് നമ്മുടെ ഒരു രീതിയാവരുത്. നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഏകനായ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒരു സ്റ്റാൻഡ്. നമ്മൾ ഏതൊരു നിലപാടിൻ്റെയും ഒരു പ്രചോദനം, ഒരു ചേതോവികാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്ക് മതസൗഹാർദ്ദം എന്നാണ്. രാഷ്ട്രീയക്കാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ മതസൗഹാർദ്ദം എന്നൊരു വാചകം സാധാരണ ഉപയോഗിക്കാറുണ്ട്. മതസൗഹാർദ്ദം കൊണ്ട് അവരെന്തുദ്ദേശിച്ചാലും നമ്മൾ ഒരു മതസൗഹാർദ്ദം എന്നതിൻ്റെ മാറ്റി മനുഷ്യ സൗഹാർദ്ദം എന്ന ഒരു നിലപാടിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇനിയിപ്പോൾ ആരെങ്കിലും മനുഷ്യ സൗഹാർദ്ദം എന്ന അർത്ഥത്തിലാണ് മതസൗഹാർദ്ദം പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന അവരുടെ മതപരമായ കാര്യങ്ങളെ നമ്മളും ഏറ്റെടുക്കേണ്ടി വരുന്ന, അതിന് ഒരു സാമൂഹികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, അത് യഥാർത്ഥത്തിൽ
മതസൗഹാർദ്ദമല്ല, മറിച്ച് ഒരു വിഭാഗം അവരുടെ ആചാരത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പം മതസൗഹാർദ്ദം വേറെയാണ്, മനുഷ്യ സൗഹാർദ്ദം വേറെയാണ്. അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആഘോഷങ്ങളോട്, ആചാരങ്ങളോട്, ആരാധനകളോട് ആദർശപരമായി ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതുപോലെ ഒരു ആദർശപരമായ ഒരു വേർതിരിവ്, ഒരു യൂണിക്നെസ്, നമ്മുടേതായ ഒരു വ്യതിരക്തത നമ്മൾ കാത്തു സൂക്ഷിക്കണം. പക്ഷെ അതിൻ്റെ അർത്ഥം മാനുഷിക വിഷയത്തിൽ സഹകരിക്കരുത് എന്ന ഒരു തെറ്റായ അർത്ഥം അതിന് നമ്മൾ വിചാരിക്കേണ്ട. അപ്പം ഈ ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ആദർശങ്ങൾ പറയുമ്പോൾ അതിനപ്പുറം അവർ മനുഷ്യരാണ്. മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ കടമകളും നമ്മൾ കൃത്യമായി സ്വീകരിക്കണം. അവർ തരുന്ന ഭക്ഷണം കഴിക്കുന്നതിലോ അവർ വീട്ടിൽ പോകുന്നതിലോ ഒരു വിരോധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിൽ ഒരു ജൂത സ്ത്രീയുടെ ആതിഥ്യ സൽക്കാരം സ്വീകരിച്ച് അതിഥിയായി പോയിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ, അവരുടെ കൂട്ടത്തിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയെ ഒന്ന് സന്ദർശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ രീതിയായി കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുകയും മയ്യത്ത് ആരുടേതാണെങ്കിലും ഫഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന മാനവികമായ, മാനുഷികമായ, മനുഷ്യത്വപരമായ നിലപാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. അവരുമായി കൂട്ടുകച്ചവടം നടത്തുന്നതിലോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലോ ഒരു വിരോധവുമില്ല. പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് പ്രവാചകൻ തന്റെ പടയങ്കി പണയം വെച്ച് ജൂതനുമായി ഇടപാട് നടത്തിയത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ മാനുഷികമായ നിലപാടും മനുഷ്യത്വപരമായ ഇടപാടുകളും അത് നിലനിർത്തുക, അത് സ്ഥിരപ്പെടുത്തുക എന്നത് ഇസ്ലാം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മറവിൽ മനുഷ്യ സൗഹാർദ്ദം സ്ഥിരപ്പെടുത്തിയതാണ്. എന്നാൽ അതിൻ്റെ മറവിൽ ഒരു മതസൗഹാർദ്ദം എന്ന ആ ഒരു ഏച്ചുകൂട്ടുന്ന ഒരു രീതി ഒരിക്കലും തന്നെ നമുക്ക് സ്വീകാര്യമല്ല. അത് നമ്മൾ വേറിട്ട് തന്നെ കാണാം. മതസൗഹാർദ്ദം വേറെയാണ്, മനുഷ്യ സൗഹാർദ്ദം വേറെയാണ്. നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ ആളുകളല്ല, മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ആളുകളാണ്. ഇവിടെ ഒരു മതമില്ലാത്ത ആളുകളുമായും മനുഷ്യത്വം എന്ന പേരിലുള്ള ആ സൗഹാർദ്ദം നമ്മൾ നിലനിർത്തും. അതുകൊണ്ട് തന്നെ ആ നിലപാടാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ സമീപനമായി സ്വീകരിക്കേണ്ടത്. നമ്മുടെ ദീനിനോട്, ആദർശത്തോട് പ്രതിബദ്ധതയുണ്ടാവുക, ദീന് കൃത്യമായി പഠിക്കുക, അത് ആചരിക്കുക, അത് പ്രബോധനം ചെയ്യുക. അതിന് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ, വിമർശനങ്ങൾ, ദുരാരോപണങ്ങൾ, പരിഹാസങ്ങൾ, അതിൻ്റെ ഇസ്ലാമികമായ നിലപാടുകൾ കൃത്യമായി മനസ്സിലാക്കി ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിമായി ജീവിക്കുവാൻ, ഒരു പറയൻ മുസ്ലിമല്ല, ഒരു നെയിം സേക്കിനുള്ള മുസ്ലിമല്ല, പേരിനൊരു മുസ്ലിമല്ല, അതല്ലെങ്കിൽ ഒരു കാനേഷുമാരി മുസ്ലിമല്ല. നമ്മുടെ ഔദ്യോഗിക രേഖകളിൽ റിലീജൻ എന്നിടത്തൊരു മുസ്ലിം എന്നതിനപ്പുറം, അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് ഭരണഘടന അനുവദിച്ച് നൽകിയ ഒരുപാട് ആനുകൂല്യങ്ങൾ, സംവരണങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള കേവലമായ ഒരു ടേം എന്നതിനപ്പുറം നമ്മുടെ ആദർശമാണ്, ആചാരമാണ്, ആഘോഷമാണ്, നിലപാടാണ് എന്ന ആ ശക്തമായ ഒരു ശക്തമായ സമീപനം നമ്മൾ കൈക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനോടും സ്വഹീഹായ ഹദീസിനോടും കൂറും പ്രതിബദ്ധതയും പുലർത്തി സ്വഹാബത്ത് ജീവിച്ച ഉന്നതമായ മാതൃകകളെ പകർത്തി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ഇണകളിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, ജീവിതോപാധികളിൽ, വ്യവഹാരങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇണക്കവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങളും മോഹങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ. അല്ലാഹുവേ, പരീക്ഷണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലും രക്ഷയും നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ.
അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന 10,000-കണക്കിന് മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പുറം നാട്ടിലുമുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ദൈന്യതയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും പരിഹാരവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോട് കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.